ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം ഇവിടുത്തെ ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുവിരുദ്ധരായിട്ടുള്ളവർ നിരന്തരം ഉന്നയിക്കുന്ന ചോദ്യമാണ്. പല കാഴ്ചകളും അവരുടെ കണ്ണിൽ കയറില്ല. എന്നിരുന്നാൽ നമ്മൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കണം. അതായത് ഇവിടുത്തെ പ്രിവിലേജ്ഡ് ആൾക്കാർക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവരാണ് എഴുത്തും വായനയും, അവരാണ് കുറച്ച് അക്ഷരം അറിയാന്നുള്ളത് കൊണ്ട് ഇരുന്ന് സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയോ ചില ഓൺലൈനുകൾ ഉപയോഗപ്പെടുത്തിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ച നിങ്ങളെ കാട്ടുകയാണ്. അതായത് ഭിന്നശേഷിക്കാർ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പൊതു ഇടങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ലോട്ടറി കച്ചവടക്കാരെ കണ്ടു കാണും. കാര്യം എന്തെങ്കിലും ഒരു ഉപജീവനം വേണ്ടേ? അതിനുവേണ്ടിയാണ് ഈ ലോട്ടറിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതേ ആശാന്മാർ. ലോട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാർ ഇവിടുത്തെ ആൾക്കാരെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ളവർ എടുത്തോട്ടെ. അല്ലെങ്കിൽ ദുബൈയിലും അബുദാബിയിലും ഒക്കെ നടത്തുന്ന ലോട്ടറി അത് സൂപ്പറാണ് കേട്ടോ. കേരളത്തിൽ നടത്തി ലോട്ടറി കൊടുക്കുന്നേ എന്നുള്ള ആ സവർണ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അത് നിങ്ങൾ തിരിച്ചറിയുക. കാര്യം എന്താണോ ആൾക്കാർക്ക് ആവശ്യം അത് നമ്മൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. ഭാഗ്യം പരീക്ഷിക്കാൻ നിരവധി പ്രശ്നങ്ങളുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളമാണ് അവരുടെ പ്രശ്നങ്ങൾ മാറാൻ ഒരു 50 രൂപ ചെലവാക്കിയാൽ നാളെ ഒരു ലോട്ടറി അടിക്കുമെങ്കിൽ എന്റെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കുന്നത്. നിരവധി പേർ അത് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന ലോട്ടറി എടുത്ത് നശിച്ചവരുടെ, അത് കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല,